തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ വിജയമാണ് UDF ഉണ്ടായത്. അത് UDF മഹത്വം കൊണ്ടാണെന്ന് UDF കരുതണ്ട. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. UDF ഒരു കഴിവുമല്ല. സംഭവിച്ചത് പിണറായിക്കെതിരെയുള്ള രോഷം, ശബരിമല പ്രശ്നം. ശബരിമലയെ സംബന്ധിച്ചൊരു പാട്ടിറങ്ങിയത് അതിൻ്റെ വൈറലായി. ആ പാട്ട് തന്നെയാണ് പിണറായിയെ കൊന്നത്. ചാകാൻ ഒരു കാരണം. അത് ശക്തമായി അങ്ങ് പ്രതികരിച്ച ജനം ആർക്ക് വോട്ട് ചെയ്യണം? CPM ഇതിനായിട്ട് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള BJP അതിന് മുന്നേ വന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ BJPയുടെ പരസ്യ പ്രചരണ പരിപാടികളിൽ അത്ര വിജയം BJP ഇതുവരെ നേടിയിട്ടില്ല. അപ്പോൾ LDFും UDFും എന്ന ശക്തമായ രണ്ട് മുന്നണിയെ പറ്റിയാണ് കേരളത്തെ ജനം മനസ്സിലാക്കി. അതിന് മാറ്റം വരുത്തി BJP മൂന്നാം മുന്നണി ശക്തമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ UDFിനുണ്ടായി വോട്ട് മുഴുവൻ BJPയിലേക്ക് വരും എന്നാണ് സത്യം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ റിപ്പോർട്ടിന് BJPക്ക് 11% വോട്ട്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 22. എനിക്ക് അല്പം ഞാൻ ചില മാധ്യമ സുഹൃത്തുക്കളെ വെച്ച് വളരെ ചൂടായി പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ക്രിസ്ത്യാനിപത്രം എഴുതി 14%. ആ ക്രിസ്ത്യാനിപത്രം ഇപ്പോഴും 14 നിൽക്കുക. എന്നാൽ മനോരമയാവട്ടെ, മാതൃഭൂമിയാവട്ടെ, ദേശാഭിമാനി പോലും, കേരളകൗമുദി ആകട്ടെ, അതുപോലുള്ള പത്രങ്ങളൊക്കെ 20-ലെത്തി. ഞാൻ വളരെ കറക്റ്റായിട്ട് കണക്ക് നോക്കിയപ്പം 20.9% വോട്ട് ഇത്തവണ BJPക്ക് അനുകൂലമായി കിട്ടിയിട്ടുണ്ട്. BJP എന്ന് പറയാതെ സ്വതന്ത്രന്മാരായി നിന്ന് BJP അനുകൂലമുണ്ട്. അവരുടെ വോട്ട് കൂടെ കൂട്ടുമ്പോൾ അതൊക്കെ അതിലൊക്കെ എത്രയോ ശതമാനം വർദ്ധിക്കും. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും. യാതൊരു സംശയമില്ല. BJP ഇവിടുത്തെ ഒരു ശക്തിയാണെന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് BJPക്ക് കഴിയുള്ള ഒരു വലിയ നേട്ടമാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും, യാതൊരു സംശയമില്ല. അടുത്ത 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അറിയാതെ ഒരു ഭരണം കേരളത്തിലുണ്ടാകില്ല. ഉറപ്പിച്ചിരുന്നോളൂ.